നമ്മൾ പറയുന്നത് വയനാട്ടുകാർക്ക് യഥേഷ്ടം വയനാട്ടിലെ 5 ചുരം റോഡുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഒന്ന്, ടൂറിസ്റ്റുകളായി വരുന്ന ആളുകളെ എങ്ങനെയാണോ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നത് എന്നതുപോലെ വയനാടിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചു 100% ആരോഗ്യകരമായി ഇപ്പോൾ തിരുവനന്തപുരം നഗരം കാണാൻ വരുന്നവരെ ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സിൽ എങ്ങനെയാണോ തിരുവനന്തപുരം നഗരം കാണിക്കുന്നത് അതുപോലെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ദിവസം ഇത്ര ആളുകളായിരിക്കണം വയനാട്ടിൽ വരേണ്ടത്, അതിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ എടുക്കില്ല, അങ്ങനെ ഒരു കോട്ട തീരുമാനിക്കുക. എങ്ങനെയാണോ ശബരിമലയിലേക്ക് ആളുകളെ കയറ്റി വിടുന്നത് 85,000 പേര് ഒരു ദിവസം കടത്തി വിടുന്നതുപോലെ വയനാട്ടിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത് നിശ്ചിത അളവിലുള്ള ആളുകളെ ഓരോ ദിവസവും കടത്തിവിടുകയും അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രത്യേകമായി പാർക്ക് ചെയ്ത് അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറുകയും വേണം. പക്ഷേ ഒട്ടേറെ റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴിക്കോട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ വളരെ ഭയങ്കരമായിട്ടുള്ള ചൂട് സഹിക്കാൻ വയ്യാതെ അവിടേക്ക് വരുന്നു. 1-2 ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് ഞായറാഴ്ച വൈകിട്ട് പോവുക എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിസോർട്ട് ബിസിനസ്സിനെ ബാധിക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം റിസോർട്ട് ബിസിനസ്സിനെ ബാധിക്കും. നോക്ക്, ലോകത്തിലൊക്കെ ടൂറിസം ഉണ്ട്. ഞാനിപ്പോൾ മെയ് 20 ഞാൻ യുംതാങ്ങിന് പോകുന്നുണ്ട്. അത് സിക്കിമിലാണ്. ഞാൻ അപേക്ഷ കൊടുത്തിരിക്കുക. കാര്യം ആ ദിവസം ഇത്ര ആളുകളെ യുംതാങ്ങിലേക്ക് വിടൂ. അത് ഇന്ത്യയുടെ ഭാഗമാണ്. നിങ്ങൾ ഗോമുഖിലേക്ക് പോകൂ. നിങ്ങൾ നോർത്ത് കാശിയിൽ ചെന്ന് അനുവാദം വാങ്ങണം. ഒരു ദിവസം 150 പേരെ വിടൂ. നിങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു. എല്ലാവരും വിശ്വാസികളാണല്ലോ. എനിക്കൊരു പ്രത്യേക ദിവസം പോകണമെന്ന് ഇപ്പം പറയാത്തേ. അപ്പം ടൂറിസം ലോകത്തിലാകെ എവിടെയെങ്കിലും ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രദേശത്തേക്കും കടത്തിവിടുന്നവരുടെ എണ്ണം നിയന്ത്രിക്കപ്പെട്ടിരിക്കും.